എൻ്റെ വലതു കൈയിലെ വിരലുകൾ പാൻസിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ആ തണുത്ത ലോഹത്തിൽ മുറുകി. അതൊരു സ്വർണമാലയായിരുന്നു. 10 പവൻ്റെ തടിച്ച സ്വർണമാല. ആ മാലയുടെ ഉടമസ്ഥൻ ഇപ്പോൾ എനിക്ക് മുന്നിൽ നിലത്ത് മലർന്നു കിടപ്പുണ്ട്. ഔറാൻ മുതലാളി, എൻ്റെ അന്നദാതാവ്, എൻ്റെ യജമാനൻ. ആരോ അയാളുടെ കഴുത്ത് ഞെരിച്ചു കൊന്നിരിക്കുന്നു. കണ്ണുകൾ തുറിച്ചു നിൽപ്പുണ്ട്. മുഖം നീലിച്ചിരിക്കുന്നു. ഗോഡൗണിൽ കൂടി നിൽക്കുന്ന പോലീസുകാരുടെയും നാട്ടുകാരുടെയും ഇടയിൽ ഒരു സാധാരണക്കാരനെ പോലെ ഞാനും നിൽക്കുകയാണ്. മുതലാളിയുടെ കഴുത്തിൽ കിടന്നിരുന്ന സ്വർണമാല കാണാനില്ല എന്ന് പോലീസുകാർ പരസ്പരം പറയുന്നത് ഞാൻ കേട്ടു. മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണെന്ന് അവർ ഉറപ്പിച്ചിരിക്കുന്നു. എൻ്റെ പോക്കറ്റിലെ മാലയിൽ എൻ്റെ വിരലുകൾ ഒന്നുകൂടി അമർന്നു. കഴിഞ്ഞ രാത്രി കൃത്യം 12 മണിക്കൂർ മുമ്പ് ഒരു കൊടുങ്കാട്ടിലെ ഇരുട്ടിൽ ഞാൻ കത്തിച്ചാമ്പലാക്കിയ ഒരു ശവത്തിൻ്റെ മരവിച്ച വിരലുകളിൽ നിന്നുമാണ് ഈ മാല ഞാൻ ഊരിയെടുത്തത്. എൻ്റെ നട്ടലിലൂടെ ഒരു കൊടും തണുപ്പ് അരിച്ചു കയറുന്നത് ഞാൻ അറിഞ്ഞു. പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ എന്നെ തന്നെ ഉറ്റുനോക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പതുക്കെ തലയുയർത്തി നോക്കി. പോലീസ് ജീപ്പിന് പുറകിലായി ആൾക്കൂട്ടത്തിൻ്റെ ഏറ്റവും പിന്നിൽ അയാൾ നിൽപ്പുണ്ട്. കഴിഞ്ഞ രാത്രി സ്വന്തം കൈകൾ കൊണ്ട് ഞാൻ ഫർണസിലേക്ക് തള്ളിയിട്ട് കത്തിച്ച അതേ മനുഷ്യൻ, സുധാകരൻ. ഔറാൻ മുതലാളി കൊലപ്പെടുത്തിയ അതേ മനുഷ്യൻ. അയാൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അയാളുടെ ചുണ്ടിൽ ഭയപ്പെടുത്തുന്ന ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു. എൻ്റെ ശ്വാസം നിലച്ചു. ഹൃദയമിടിപ്പ് നിന്നുപോയതുപോലെ. ചുറ്റുമുള്ള ശബ്ദങ്ങളെല്ലാം ഒരു മൂളലായി മാറി. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. കൃത്യം 12 മണിക്കൂർ മുമ്പ് ഞായറാഴ്ച രാത്രി, സമയം 12:30. പുറത്ത് കനത്ത മഴ പെയ്യുകയായിരുന്നു. കോട്ടയത്തെ എൻ്റെ ചെറിയ വാടക വീടിൻ്റെ ടിൻഷീറ്റ് മേൽക്കൂരയിൽ മഴത്തുള്ളികൾ പതിക്കുന്ന ശബ്ദം ഒരുതരം അസ്വസ്ഥതയുണ്ടാക്കി. എനിക്കുറക്കം വന്നില്ല. വരാൻ വഴിയില്ല. കഴിഞ്ഞ 5 വർഷമായി എൻ്റെ ശീലം അങ്ങനെയാണ്. പകലിലെ വെളിച്ചത്തിൽ ജനാലകൾ കൊട്ടിയടച്ച് ഞാൻ ഉറങ്ങും. രാത്രികളിൽ എൻ്റെ ലോകമുണരും. ലോറി ഡ്രൈവർമാരുടെ ജീവിതം അങ്ങനെയാണ്. ഞാൻ ഉമ്മറത്തൊരു പ്ലാസ്റ്റിക് കസേരയിൽ ഇരിക്കുകയായിരുന്നു. ചുണ്ടിലെരിയുന്ന സിഗരറ്റിൽ നിന്നും പുക ഉയർന്നു. മഴയുടെ തണുപ്പും സിഗരറ്റിൻ്റെ ചൂടും. പെട്ടെന്നാണ് പോക്കറ്റിൽ കിടന്ന ഫോൺ വിറച്ചത്. സ്ക്രീനിലെ പേര് കണ്ട് ഞാനൊന്ന് ഞെട്ടി. ഔറാൻ മുതലാളി. ഞായറാഴ്ച രാത്രികളിൽ സാധാരണ ഓട്ടമുണ്ടാകാറില്ല. എന്തെങ്കിലും അത്യാവശ്യം കാണും. ഞാൻ ഫോൺ കാതിലേക്ക് വെച്ചു. ഹലോ. മറുതലയ്ക്കൽ ഒരു നിമിഷം നിശബ്ദതയായിരുന്നു. പിന്നെ മുതലാളിയുടെ ശബ്ദം കേട്ടു. രമേശ. ആ വിളിയിലെന്തോ ഒരു പന്തികേടുണ്ടായിരുന്നു. മുതലാളിയുടെ ശബ്ദം നേരിയ തോതിൽ വിറയ്ക്കുന്നുണ്ടോ? എനിക്ക് സംശയമായി. എന്തിനേയും നെഞ്ചു വിരിച്ച് നേരിടുന്ന പ്രകൃതമാണ് ഔറാൻ മുതലാളിയുടേത്. എന്താ മുതലാളി? ഞാൻ ചോദിച്ചു. നീ വേഗം ഗോഡൗണിലേക്ക് വരണം. അത്യാവശ്യമായി കുറച്ച് ചരക്ക് കൊണ്ടുപോകാനുണ്ട്. വേഗം ഇറങ്ങ്. മറുപടി കേൾക്കാൻ കാത്തു നിൽക്കാതെ കോള് കട്ടായി. ഞാൻ എരിയുന്ന സിഗരറ്റ് മുറ്റത്തെ ചെളിവെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അത് ചീറ്റിക്കൊണ്ടണഞ്ഞു. എന്തോ കുഴപ്പമുണ്ട്, എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. എങ്കിലും മുതലാളിയോട് ചോദ്യങ്ങളില്ല. 22ാമത്തെ വയസ്സിൽ ഈ ജോലിക്ക് കയറിയതാണ് ഞാൻ. ഇപ്പോൾ വയസ്സ് 27. ഈ 5 വർഷത്തിനിടയിൽ ലോറി ഓടിക്കുന്നതിന് പുറമെ മുതലാളിക്ക് വേണ്ടി ഒരുപാട് ഗുണ്ടാപ്പണികളും ഞാൻ ചെയ്തിട്ടുണ്ട്. എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്തുക, തല്ലുക, അങ്ങനെ പലതും. എൻ്റെ കൂറ് മുതലാളിയോട് മാത്രമാണ്. ഞാൻ എൻ്റെ പഴയ റെയിൻകോട്ട് എടുത്തണിഞ്ഞു. മുറ്റത്തിരുന്നിരുന്ന പ്ലാറ്റിന ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. മഴയെ വകവയ്ക്കാതെ ബൈക്ക് മുന്നോട്ട് കുതിച്ചു. കോട്ടയം നഗരം ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. തെരുവിളക്കുകളുടെ മഞ്ഞ വെളിച്ചം നനഞ്ഞ റോഡിൽ പ്രതിഫലിച്ചു. തണുത്ത കാറ്റ് റെയിൻകോട്ടിനുള്ളിലേക്ക് തുളച്ചു കയറി. 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഗോഡൗണിലെത്തി. നഗരത്തിൽ നിന്നും അല്പം മാറി വലിയൊരു മതിൽക്കെട്ടിനുള്ളിലാണ് ഗോഡൗൺ. ഇരുമ്പ് ഗേറ്റ് പാതി തുറന്നു കിടപ്പുണ്ട്. ഞാൻ ബൈക്കുള്ളിലേക്ക് കയറ്റി. വിശാലമായ പറമ്പിൽ 6 ലോറികൾ കിടപ്പുണ്ട്. എല്ലാം വലിയ ചരക്ക് ലോറികൾ. അതിൽ 5 എണ്ണവും പുതിയതാണ്. പക്ഷേ എൻ്റെ കണ്ണുകൾ തിരഞ്ഞത് 6ാമത്തെ ലോറിയെയാണ്. അതൊരു പഴയ അശോക് ലൈലാൻഡാണ്. കൊമ്പനെന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. കണ്ടാലൊരു പഴഞ്ചൻ വണ്ടി. പക്ഷേ അതിൻ്റെ എഞ്ചിൻ്റെ കരുത്ത് വേറെ ഒന്നിനുമില്ല. വാഗമൺ കയറ്റങ്ങളിൽ 10 ടൺ ചരക്കും വെച്ച് കയറ്റുമ്പോൾ മറ്റു വണ്ടികൾ കിതയ്ക്കും. പക്ഷെ കൊമ്പൻ ഒരു കുലുക്കവുമില്ലാതെ കയറിപ്പോകും.
അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ ആ പഴയ ലെതറിൻ്റെയും ഡീസലിൻ്റെയും മണമടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ധൈര്യം ചെറുതല്ല. ഞാൻ ബൈക്ക് ഒതുക്കി വെച്ച് ഗോഡൗണിൻ്റെ വലിയ ഇരുമ്പുവാതിലിനടുത്തേക്ക് നടന്നു. വാതിൽ ചാരിയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പതുക്കെ അത് തള്ളി തുറന്നു. ഉള്ളിലൊരു 0 വാട്ട്സ് ബൾബ് മാത്രം കത്തുന്നുണ്ട്. അതിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ഗോഡൗൺ ഒരു വലിയ ഗുഹ പോലെ തോന്നി. വായുവിൽ പഴയ ചാക്കുകളുടെയും എലിയുടെയും മണം. ഒരു കോണിൽ മുതലാളി നിൽപ്പുണ്ട്. പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. വലതുകൈയിൽ എരിയുന്ന ഒരു സിഗരറ്റ്. മുതലാളിയുടെ നിൽപ്പ് കണ്ടാലറിയാം വലിയ ടെൻഷനിലാണ് എന്ന്. ഞാൻ പതുക്കെ അടുത്തേക്ക് ചെന്നു. എൻ്റെ കാലൊച്ച കേട്ട് മുതലാളി ഞെട്ടിത്തിരിഞ്ഞു. ആ മുഖം കണ്ടതും ഞാൻ അവിടെ നിന്നുപോയി. മുതലാളിയുടെ കണ്ണുകൾ ചുവന്നിരുന്നു. മുഖത്ത് വിയർപ്പ് തുള്ളികൾ. നെഞ്ച് വേഗത്തിലിടിക്കുന്നത് ആ ഷർട്ടിന് പുറത്തു പോലും കാണാമായിരുന്നു. ആ, നീ വന്നോ? മുതലാളി സിഗരറ്റ് താഴെയിട്ട് ചെരുപ്പ് കൊണ്ട് ഞെരിച്ചു കെടുത്തി. എന്താ മുതലാളി പ്രശ്നം? എങ്ങോട്ടാ ചരക്ക്? ഞാൻ ചോദിച്ചു. മുതലാളി എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പിന്നെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി. വാ. മുതലാളി ഗോഡൗണിൻ്റെ ഏറ്റവും ഇരുട്ടുള്ള കോണിലേക്ക് നടന്നു. പിന്നാലെ ഞാനും. ചരക്ക് കയറ്റാനായി ജോലിക്കാർ ആരും തന്നെയില്ല. വല്ല കള്ളക്കടത്തുമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. ഗോഡൗണിൻ്റെ കോണിൽ വലിയൊരു പ്ലാസ്റ്റിക് ടർപ്പായ കൂട്ടിയിട്ടിട്ടുണ്ട്. മുതലാളി അതിനടുത്ത് ചെന്ന് നിന്നു. ഞാൻ തൊട്ടു പിന്നിലെത്തി. രമേശ. മുതലാളി എന്നെ നോക്കി. ശബ്ദം തൊണ്ടയിൽ കുരുങ്ങുന്നുണ്ടായിരുന്നു. നീ എനിക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നതെന്ത് നീ ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാനൊന്നും വേണ്ടിയില്ല. എൻ്റെ നെഞ്ചെടുപ്പ് കൂടാൻ തുടങ്ങി. മുതലാളി കുനിഞ്ഞ് ആ ടർപ്പായ പതുക്കെ വകഞ്ഞു മാറ്റി. അതിനടിയിൽ ഒരു പഴയ ചണച്ചാക്ക്. ആ ചാക്കിൽ നിറയെ ഇരുണ്ട ചുവപ്പ് നിറം പടർന്നിരിക്കുന്നു. രക്തം. ഉണങ്ങിത്തുടങ്ങിയ രക്തത്തിൻ്റെ രൂക്ഷഗന്ധം എൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. എൻ്റെ ശ്വാസം നിന്നുപോയി. ഞാൻ പുറകിലേക്ക് ഒരടി വെച്ചു. മുതലാളി ആ ചാക്കിൻ്റെ മുകൾ ഭാഗം പതുക്കെ തുറന്നു. അതൊരു മനുഷ്യൻ്റെ മുഖമായിരുന്നു. ഞാൻ അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയി. ആ മുഖം എനിക്ക് വ്യക്തമായി അറിയാം. സുധാകരൻ. നാട്ടിലെ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മുതലാളിയും സുധാകരനും തമ്മിൽ വലിയ പ്രശ്നങ്ങളായിരുന്നു. മുതലാളിയുടെ ഫാക്ടറിയിലെ വിഷമാലിന്യങ്ങൾ രാത്രിയുടെ മറവിൽ അടുത്തുള്ള പുഴയിലേക്ക് ഒഴുക്കുന്നുണ്ടായിരുന്നു. ഇതിനെതിരെ തെളിവ് സഹിതം സുധാകരൻ കോടതിയിൽ പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയും ഇവർ തമ്മിൽ ഫാക്ടറിയുടെ മുന്നിൽ വെച്ച് വലിയ വാക്കുതർക്കം നടന്നത് ഞാൻ കണ്ടതാണ്. പക്ഷേ കൊലപാതകം. ഞാൻ ഗുണ്ടാപ്പണികൾ ചെയ്തിട്ടുണ്ട്. ആളുകളുടെ കയ്യും കാലും തല്ലിയൊടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ജീവൻ, ഒരു കൊലപാതകം, അതെനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. മുതലാളി, ഇത്... എൻ്റെ ശബ്ദം വിറച്ചു. അതെ. മുതലാളി എഴുന്നേറ്റ് നിന്നു. വേറെ വഴിയില്ലായിരുന്നു രമേശ. നാളെ രാവിലെ ഇവൻ ആ ഫയൽ കോടതിയിൽ കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ സാമ്രാജ്യം തകർന്നേനെ. ഞാൻ ജയിലിൽ പോയേനെ. മുതലാളി എൻ്റെ തോളിൽ കൈവച്ചു. ആ കൈകൾ ഐസ് പോലെ തണുത്തിരുന്നു. നീ ഇത് നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കൊണ്ടുപോയി കത്തിക്കണം. ഒട്ടും സമയമില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവൻ ചാരമാകണം. എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. എൻ്റെ മുന്നിലൊരു ശവം. ഞാനൊരു കൊലപാതകത്തിന് കൂട്ടുനിൽക്കാൻ പോകുന്നു. പോലീസിൽ പിടിക്കപ്പെട്ടാൽ എൻ്റെ ജീവിതം അതോടെ തീരും. എന്താടാ നോക്കി നിൽക്കുന്നത്? എടുക്കാൻ നോക്ക്. മുതലാളിയുടെ ശബ്ദത്തിൽ പഴയ ഗാംഭീര്യം തിരിച്ചു വന്നു. എതിർത്തു പറയാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഈ കുരുക്കിൽ നിന്നും ഇനി എനിക്ക് രക്ഷയില്ല. ഞാൻ മുന്നോട്ടാഞ്ഞു. ആ ചാക്കിൽ പിടിച്ച് മൃതശരീരം പൊക്കിയെടുത്തു. ഒരു മനുഷ്യൻ്റെ ജീവനില്ലാത്ത ശരീരത്തിന് ഇത്രയും ഭാരമുണ്ടെന്ന് ഞാൻ അന്നാണ് അറിഞ്ഞത്. എൻ്റെ പേശികൾ വലിഞ്ഞു മുറുകി. ഞാൻ ആ ഭാരവും ചുവന്ന് ഗോഡൗണിന് പുറത്തേക്ക് നടന്നു. മഴ അപ്പോഴും പെയ്യുന്നുണ്ടായിരുന്നു. തണുത്ത വെള്ളം എൻ്റെ മുഖത്തേക്കും ആ ചോര കലർന്ന ചാക്കിലേക്കും വീണു. ഞാൻ നേരെ കൊമ്പൻ്റെ അടുത്തേക്ക് നടന്നു. വണ്ടിയുടെ പുറകിലെ ലോക്ക് തുറന്ന് ആ ശരീരം അകത്തേക്ക് കിടത്തി. അതിനു മുകളിലായി ഒരു വലിയ ടർപ്പായിട്ട് മൂടിക്കെട്ടി. ആരും സംശയിക്കില്ല, വെറും ചരക്ക് വണ്ടി. മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് 10 കിലോമീറ്റർ ദൂരമുണ്ട്. ആളൊഴിഞ്ഞ ഒരു മലഞ്ചെരുവിലാണ് പ്ലാന്റ്. ജനവാസ മേഖലയിൽ നിന്നും വളരെ ദൂരെ.
അവിടെ ചെന്നാൽ ആ വലിയ ഫർണസിൽ ഇതിട്ടാൽ മിനിറ്റുകൾക്കകം എല്ലാം ചാരമാകും. ഒരു തെളിവും ബാക്കിയുണ്ടാകില്ല. ഞാൻ ലോറിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. കീ ഇഗ്നിഷനിലിട്ടു. അപ്പോഴേക്കും മുതലാളി കുടയും ചൂടി വണ്ടിയുടെ ജനാലയ്ക്കരികിലെത്തി. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഞാൻ ഓൺ ചെയ്തു. ആ മഞ്ഞ വെളിച്ചത്തിൽ മഴത്തുള്ളികൾ തിളങ്ങി. മുതലാളി ജനലിലൂടെ അകത്തേക്ക് നോക്കി. ഒന്നും പേടിക്കണ്ട, നേരെ പോവുക, കത്തിക്കുക, തിരിച്ചു വരിക. ആരും ഒന്നും അറിയില്ല. പോലീസിനെ പേടിക്കണ്ട, അവരൊക്കെ എൻ്റെ പോക്കറ്റിലാണ്. അത് പറയുമ്പോൾ മുതലാളിയുടെ കഴുത്തിലെ ആ 10 പവൻ്റെ തടിച്ച സ്വർണ്ണമാല ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങുന്നത് ഞാൻ വ്യക്തമായി കണ്ടു. ശരി മുതലാളി. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കൊമ്പൻ വലിയൊരു ശബ്ദത്തോടെ ഗർജിച്ചുണർന്നു. മുതലാളി പിന്നിലേക്ക് മാറി നിന്നു. ഞാൻ ഗിയർ മാറ്റി വണ്ടി മുന്നോട്ടെടുത്തു. ഗോഡൗണിൻ്റെ ഗേറ്റ് കടന്ന് ലോറി റോഡിലേക്ക് കയറി. റോഡിൽ ഒരു വാഹനവുമില്ല. കനത്ത ഇരുട്ടും മഴയും മാത്രം. വൈപ്പറുകൾ ഇടത്തോട്ടും വലത്തോട്ടും ചലിച്ചുകൊണ്ടിരുന്നു. എൻ്റെ നെഞ്ചിടിപ്പ് സാധാരണ നിലയിലായിരുന്നില്ല. കണ്ണുകൾ നിരന്തരം റിയർവ്യൂ മിററിലേക്ക് പോയി. പിന്നിൽ കെട്ടിവെച്ചിരിക്കുന്ന ആ ടർപ്പായയ്ക്ക് താഴെ ഒരു മനുഷ്യനാണ്. ഒരു ജീവൻ. 5 കിലോമീറ്റർ പിന്നിട്ടു. നഗരം പൂർണ്ണമായും പിന്നിലായി. ഇനി ഇരുവശവും കാടുകൾ നിറഞ്ഞ വഴിയാണ്. സ്ട്രീറ്റ് ലൈറ്റുകൾ പോലുമില്ല. ലോറിയുടെ ഹെഡ്ലൈറ്റ് വെളിച്ചം മാത്രം മുന്നിലെ ഇരുട്ടിനെ കീറി മുറിച്ച് മുന്നോട്ട് പോയി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. വണ്ടിയുടെ എഞ്ചിനിൽ നിന്നും വിചിത്രമായൊരു ശബ്ദം കേട്ടു. ഒരു കുലുക്കത്തോടെ കൊമ്പൻ്റെ എഞ്ചിൻ ഓഫായി. ഹെഡ്ലൈറ്റുകൾ അണഞ്ഞു. വണ്ടി പതുക്കെ ഉരുണ്ട് റോഡിൻ്റെ ഇടതുവശത്തെ ചെളിയിലേക്ക് ഇറങ്ങി നിന്നു. പൂർണ്ണ നിശബ്ദത. മഴയുടെ ശബ്ദം മാത്രം. എന്താണ് സംഭവിച്ചത്? കൊമ്പൻ ഒരിക്കലും ഇങ്ങനെ പണി തരാറില്ലല്ലോ. ഞാൻ വീണ്ടും കീ തിരിച്ചു. എൻജിൻ കറങ്ങുന്നുണ്ട്, പക്ഷേ സ്റ്റാർട്ടാകുന്നില്ല. ഡീസൽ തീർന്നതാണോ? അല്ല, ഫുൾ ടാങ്ക് ഉണ്ടെന്ന് മീറ്റർ കാണിക്കുന്നുണ്ട്. എനിക്ക് ഭയം തോന്നി തുടങ്ങി. ഈ അർദ്ധരാത്രിയിൽ, ഈ കാട്ടുപാതയിൽ, പുറകിലൊരു ശവവുമായി ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഞാൻ ഡാഷ്ബോർഡിൽ കിടന്ന വലിയ ടോർച്ചെടുത്തു. ഡോറ് തുറന്ന് പുറത്തിറങ്ങി. തണുത്ത കാറ്റെന്നെ പൊതിഞ്ഞു. വണ്ടിയുടെ ബോണറ്റ് തുറന്നു നോക്കാൻ ഞാൻ വണ്ടിയുടെ മുന്നിലേക്ക് നടന്നു. അതിനിടെ വെറുതെ ഒന്ന് തിരിഞ്ഞ് ഞാൻ വണ്ടിയുടെ പിന്നിലേക്ക് നോക്കി. ഞാൻ അവിടേക്ക് ടോർച്ചടിച്ചു. എൻ്റെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. കാലുകൾ നിലത്തുറച്ചുപോയി. ഞാൻ കെട്ടിവെച്ച ആ വലിയ ടർപ്പായ അവിടെ ചുരുട്ടി വച്ചിരിക്കുന്നു. അതിനടിയിൽ ഒന്നുമില്ല. ആ ശവശരീരം കാണാനില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. ടോർച്ചിൻ്റെ വെളിച്ചം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും അത് എടുത്തുകൊണ്ടുപോയോ? അതോ വഴിയിലെവിടെയെങ്കിലും വീണുപോയോ? ഞാൻ വണ്ടിക്ക് ചുറ്റും ഓടി നടന്നു നോക്കി. വെളിച്ചമടിച്ചു നോക്കി. ആരുമില്ല. ഒരു കാൽപ്പാട് പോലുമില്ല. ഭയം ഒരു പാമ്പിനെ പോലെ എൻ്റെ കാലിലൂടെ അരിച്ചു കയറാൻ തുടങ്ങി. ഞാൻ വേഗം വണ്ടിയുടെ ക്യാബിനിലേക്ക് ഓടിക്കയറി ഡോർ വലിച്ചടച്ചു. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീണ്ടും കീ തിരിച്ചു. 3ാമത്തെ തവണ ഒരു വലിയ ഗർജനത്തോടെ വണ്ടി സ്റ്റാർട്ടായി. ഹെഡ്ലൈറ്റുകൾ വീണ്ടും കത്തി. ഞാൻ ദീർഘമായി ശ്വാസമെടുത്ത് ഗിയർ മാറ്റി വണ്ടി തിരിച്ചു. വഴിയിലെവിടെയെങ്കിലും വീണുപോയിട്ടുണ്ടാകും. തിരിച്ചുപോയി നോക്കണം. പെട്ടെന്ന് എൻ്റെ ഇടതുവശത്ത് പാസഞ്ചർ സീറ്റിൽ നിന്നും ഒരു തണുപ്പ് എന്നിലേക്ക് അടിക്കുന്നതായി എനിക്ക് തോന്നി. ഒരു ഐസ് കട്ടയുടെ തണുപ്പ്, ഒപ്പം അഴുകിയ രക്തത്തിൻ്റെ രൂക്ഷമായ മണവും. എൻ്റെ പേശികൾ മരവിച്ചു. തലതിരിക്കാൻ എൻ്റെ ശരീരം വിസമ്മതിച്ചു. മനസ്സ് പറയുന്നുണ്ട് അങ്ങോട്ട് നോക്കരുതെന്ന്. പക്ഷേ ഒരു അദൃശ്യശക്തി എൻ്റെ തലയെ ഇടതുവശത്തേക്ക് തിരിച്ചു. ഞാൻ അവിടേക്ക് നോക്കി. എൻ്റെ തൊട്ടടുത്ത് പാസഞ്ചർ സീറ്റിൽ അയാളിരിക്കുന്നു. സുധാകരൻ. ആ ജീവനില്ലാത്ത ശരീരം സീറ്റിൽ ചാരിയിരിക്കുകയാണ്. കഴുത്ത് ഒരു വശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നു. തുറച്ചു നിൽക്കുന്ന ആ നിർജീവമായ കണ്ണുകൾ നേരെ മുന്നിലേക്കാണ് നോക്കുന്നത്. അയാളുടെ ശരീരത്തിൽ നിന്നും തണുത്ത പുക ഉയരുന്നതുപോലെ എനിക്ക് തോന്നി. എൻ്റെ വായിൽ നിന്നും ഒരു അലർച്ച പുറത്തു വന്നു. സ്റ്റിയറിങ്ങിൽ നിന്നുള്ള എൻ്റെ നിയന്ത്രണം പൂർണ്ണമായും വിട്ടുപോയി. വണ്ടി റോഡിൽ നിന്നും തന്നെ മാറി വലതുവശത്തെ പൊന്തക്കാട്ടിലേക്ക് ഇടിച്ചു കയറി. വലിയ കുറ്റിച്ചെടികൾ വണ്ടിയുടെ ഗ്ലാസ്സിൽ ഉരസി. ഒരു വിധത്തിൽ ഞാൻ സർവ്വശക്തിയുമെടുത്ത് ബ്രേക്ക് ചവിട്ടി. ലോറി ഒരു വലിയ മരത്തിന് തൊട്ടുമുന്നിലായി ഉരസി നിന്നു. ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. എൻ്റെ നെഞ്ച് പൊട്ടിത്തെറിക്കാൻ പോവുകയാണെന്ന് എനിക്ക് തോന്നി.
ഞാൻ മരിക്കാൻ പോവുകയാണ്. സെക്കൻഡുകൾ കടന്നുപോയി. ഒന്നും സംഭവിച്ചില്ല. ഞാൻ പതുക്കെ കണ്ണുകൾ തുറന്നു. ഭയത്തോടെ ഇടതുവശത്തെ സീറ്റിലേക്ക് നോക്കി. അവിടെ ആരുമില്ല. സീറ്റ് ശൂന്യമാണ്. എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണോ? അതോ ഉറക്കച്ചടവ് കൊണ്ടുണ്ടായ വെറും തോന്നലാണോ? ഞാൻ സ്റ്റിയറിങ്ങിൽ തലവെച്ച് കിതച്ചു. ഇല്ല, ഇതൊന്നും സത്യമല്ല. എൻ്റെ മനസ്സെന്നെ കബളിപ്പിക്കുകയാണ്. കുറ്റബോധം കൊണ്ടുള്ള തോന്നലുകൾ. കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്ന ശേഷം ഞാൻ പതുക്കെ തലയുയർത്തി. വണ്ടി ഓഫായിരുന്നില്ല. ഞാൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി. കാലുകൾക്കൊട്ടും ബലമില്ലായിരുന്നു. പതുക്കെ നടന്ന് ലോറിയുടെ പുറകിലേക്ക് ചെന്നു. ഭയത്തോടെ ടോർച്ചടിച്ചു നോക്കി. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ ടർപ്പായ അവിടെ ഭദ്രമായി കെട്ടിവെച്ചിരിക്കുന്നു. അതിനടിയിൽ ആ ശരീരം അതേപടി കിടപ്പുണ്ട്. ഞാൻ ഗോഡൗണിൽ നിന്നും എങ്ങനെയാണോ കെട്ടിവെച്ചത് അതേപോലെ തന്നെ. ഞാനൊരു ഭ്രാന്തനെ പോലെ ചിരിക്കാൻ തുടങ്ങി. അതെ, എൻ്റെ തോന്നൽ മാത്രമായിരുന്നു. എല്ലാം എൻ്റെ വെറും തോന്നൽ. ഞാൻ തിരികെ ക്യാബിനിൽ കയറി. ഗിയർ റിവേഴ്സിലിട്ട് വണ്ടി ആ കുറ്റിക്കാട്ടിൽ നിന്നും റോഡിലേക്കെടുത്തു. ഇനി ഒട്ടും സമയം കളയാനില്ല. എത്രയും വേഗം പ്ലാന്റിലെത്തണം. ഈ ശവം കത്തിക്കണം. കുറ്റിക്കാട്ടിൽ നിന്നും കൊമ്പൻ റോഡിലേക്ക് കയറി. എൻ്റെ നെഞ്ചിടിപ്പിപ്പോഴും ശാന്തമായിരുന്നില്ല. വിയർപ്പ് കണങ്ങൾ നെറ്റിയിൽ നിന്നും കണ്ണുകളിലേക്ക് ഒലിച്ചിറങ്ങി. ഞാൻ ഇടത് കൈകൊണ്ട് മുഖം തുടച്ചു. റോഡിൽ വേറെ യാതൊരു വാഹനവുമില്ല. കോട്ടയത്തിൻ്റെ അതിർത്തി പിന്നിട്ടിരിക്കുന്നു. ഇരുവശവും റബ്ബർ തോട്ടങ്ങളും കാടുകളുമാണ്. മഴയുടെ ശക്തി അല്പം കുറഞ്ഞു. പക്ഷെ കാറ്റിൻ്റെ ഇരമ്പൽ വണ്ടിക്കുള്ളിൽ വ്യക്തമായി കേൾക്കാം. ഞാൻ ഒന്നുകൂടി ഇടതുവശത്തെ സീറ്റിലേക്ക് നോക്കി. ശൂന്യം. ആരുമില്ല. പഴയ ലെതർ സീറ്റ് മാത്രം. എല്ലാം എൻ്റെ തോന്നലായിരുന്നു. അതെ, ഒരു കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നതിൻ്റെ ഭയം എൻ്റെ തലച്ചോറിനെ കബളിപ്പിക്കുകയാണ്. ഞാൻ സ്വയം ആശ്വസിപ്പിച്ചു. ആക്സിലേറ്ററിൽ എൻ്റെ വലതുകാൽ ഒന്നുകൂടി അമർന്നു. മീറ്ററിൽ സ്പീഡ് കൂടി. കൊമ്പൻ്റെ ഗർജനം ആ കാട്ടുപാതയിലെ നിശബ്ദതയെ കീറിമുറിച്ചു. ഇനി ഏതാനും കിലോമീറ്ററുകൾ കൂടി മാത്രം. പ്ലാന്റിലെത്തിയാൽ എല്ലാം തീരും. സുധാകരൻ്റെ ശരീരം ആ തീച്ചൂളയിൽ ചാമ്പലാകും. ഒരു തെളിവും ബാക്കിയുണ്ടാകില്ല. നാളെ രാവിലെ ഞാൻ എൻ്റെ മുറിയിൽ സുഖമായി ഉറങ്ങും. മുതലാളി എനിക്കുള്ള പ്രതിഫലം എൻ്റെ അക്കൗണ്ടിലിട്ടിട്ടുണ്ടാകും. പെട്ടെന്ന് ക്യാബിനുള്ളിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ ഞെട്ടി. എൻ്റെ കണ്ണുകൾ ഡാഷ്ബോർഡിലേക്ക് പോയി. വണ്ടിയിലെ പഴയ കാസറ്റ് പ്ലെയർ കം റേഡിയോ. അതിൽ നിന്നാണ് ശബ്ദം വരുന്നത്. അത് തനിയെ ഓണായിരിക്കുന്നു. FM സ്റ്റേഷൻ കിട്ടാത്തതുകൊണ്ടുള്ള വെറും മൂളലാണ് വരുന്നത്. എൻ്റെ നെഞ്ചിലൊരു കൊളുത്തിവലി അനുഭവപ്പെട്ടു. 5 വർഷമായി ഞാൻ ഈ വണ്ടി ഓടിക്കുന്നു. ഈ റേഡിയോ ഇന്ന് വരെ തനിയെ ഓണായിട്ടില്ല. ആരെങ്കിലും സ്വിച്ച് അമർത്താതെ അത് പ്രവർത്തിക്കില്ല. ഞാൻ ഇടത് കൈ നീട്ടി അതിൻ്റെ വോളിയം നോബ് തിരിക്കാൻ ശ്രമിച്ചു. എൻ്റെ വിരലുകൾ ആ പ്ലാസ്റ്റിക് നോബിൽ തൊട്ടതും ഞാൻ കൈ വലിച്ചു. അത് ഐസ് പോലെ തണുത്തിരിക്കുന്നു. ആ നോബിൽ ചെറിയൊരു മഞ്ഞുപാളി രൂപപ്പെട്ടിരുന്നു. ഞാൻ വീണ്ടും കൈ നീട്ടി അത് ബലമായി തിരിക്കാൻ ശ്രമിച്ചു. ഇല്ല, അതനങ്ങുന്നില്ല. ആരോ അത് പിടിച്ചു വച്ചിരിക്കുന്നത് പോലെ. റേഡിയോയിൽ നിന്നുള്ള മൂളലിൻ്റെ സ്വഭാവം മാറി. അതൊരു വലിയ ഇരമ്പലായി. മനുഷ്യരുടെ ഒരു ആൾക്കൂട്ടം ദൂരെ നിന്നും കരയുന്നത് പോലെ. അതൊരു പാട്ടല്ല, ആരോ വേദന കൊണ്ട് ഞരങ്ങുന്നതാണ്. നിർത്ത്, ഞാൻ അറിയാതെ അവിടെ നിന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് റേഡിയോ ഓഫായി. ക്യാബിനിൽ വീണ്ടും കൊമ്പൻ്റെ എൻജിൻ ശബ്ദം മാത്രം. ഞാൻ ദീർഘമായി ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടു. എൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുറുകെ പിടിച്ചു. പേടിക്കരുത്. പേടിച്ചാൽ വണ്ടി വീണ്ടും അപകടത്തിൽപ്പെടും. ശ്രദ്ധ മുഴുവൻ റോഡിലുണ്ടായിരിക്കണം. ഞാൻ തീരുമാനിച്ചു. പെട്ടെന്നാണ് ക്യാബിനുള്ളിൽ ആ ഗന്ധം വീണ്ടും നിറഞ്ഞത്. പച്ചമണ്ണും ഉണങ്ങിയ ചോരയും കലർന്ന അതേ ഗന്ധം. ശ്വാസം മുട്ടുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. വിൻഡോ ഗ്ലാസുകൾ മുഴുവൻ അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഈ മണം ഉള്ളിൽ വന്നു? ഞാൻ ശ്വാസം അടക്കി പിടിച്ചു. ഗ്ലാസ് പകുതി താഴ്ത്തി. തണുത്ത കാറ്റ് ഉള്ളിലേക്ക് ഇരച്ചു കയറി. അതിനൊപ്പം മഴത്തുള്ളികളും. ആ കാറ്റിൽ രക്തത്തിൻ്റെ മണം അല്പമൊന്ന് കുറഞ്ഞു. ഞാൻ റിയർവ്യൂ മിററിലൂടെ വെറുതെ ഒന്ന് പുറകിലേക്ക് നോക്കി. കൊമ്പൻ്റെ ചുവന്ന ടൈൽ ലൈറ്റിൻ്റെ മങ്ങിയ വെളിച്ചം അവിടെ വീഴുന്നുണ്ട്. ആ വെളിച്ചത്തിൽ എൻ്റെ കണ്ണുകൾ ഉടക്കി.
ലോറിയുടെ പുറകിൽ കെട്ടിവെച്ചിരിക്കുന്ന ആ നീല ടർപ്പായ, അതിനടിയിലാണ് സുധാകരൻ്റെ മൃതദേഹമുള്ളത്. ആ ടർപ്പായ പതുക്കെ അനങ്ങുന്നു. അത് ഉയരുകയും താഴുകയും ചെയ്യുന്നു, ഒരു കൃത്യമായ താളത്തിൽ. ആരോ അതിനടിയിൽ കിടന്ന് ദീർഘമായി ശ്വാസമെടുക്കുന്നത് പോലെ. എൻ്റെ വായിൽ നിന്നും ഉമിനീർ വറ്റിപ്പോയി. കാറ്റടിക്കുന്നതാണ്. എൻ്റെ യുക്തി എന്നോട് വിളിച്ചു പറഞ്ഞു. വണ്ടി സ്പീഡിൽ പോകുമ്പോൾ കാറ്റ് ടർപ്പായക്കടിയിലേക്ക് കയറുന്നതാണ്. പക്ഷെ എൻ്റെ കണ്ണുകളത് വിശ്വസിച്ചില്ല. കാറ്റടിക്കുമ്പോൾ ടർപ്പായ പറക്കുകയാണ് ചെയ്യുക. ഒരിക്കലും ഇങ്ങനെ ഒരു താളത്തിൽ ഒരു മനുഷ്യൻ്റെ നെഞ്ചു വികസിക്കുന്നത് പോലെ അനങ്ങില്ല. ഞാൻ നോട്ടം പെട്ടെന്ന് മുന്നിലേക്ക് മാറ്റി. ഇനി പുറകിലേക്ക് നോക്കരുത്. എന്തു കണ്ടാലും പ്ലാന്റിലെത്തുന്നതുവരെ വണ്ടി നിർത്തരുത്. മഴ വീണ്ടും കനത്തു. വൈപ്പറുകൾ അതിവേഗം ചലിക്കാൻ തുടങ്ങി. ക്യാബിനുള്ളിൽ നല്ല തണുപ്പായി. എൻ്റെ ശ്വാസം തട്ടി വിൻഷീൽഡ് ഗ്ലാസിൽ ചെറിയ മഞ്ഞുപാളി രൂപപ്പെട്ടു. റോഡ് വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ഞാൻ ഡാഷ്ബോർഡിൽ കിടന്ന ഒരു പഴയ തുണിയെടുത്ത് മുൻവശത്തെ ഗ്ലാസ് തുടച്ചു. ഗ്ലാസ് ക്ലിയറായി. പക്ഷേ ആ ഗ്ലാസിൽ എൻ്റെ കൺമുന്നിൽ തന്നെ ഒരു കാഴ്ച തെളിഞ്ഞു വന്നു. ഗ്ലാസിൻ്റെ ഇടതുവശത്ത് പാസഞ്ചർ സീറ്റിന് നേരെ മുന്നിലായി പുതിയൊരു മഞ്ഞുപാളി രൂപപ്പെടുന്നു. അവിടെ ആ മഞ്ഞിൽ വിരലടയാളങ്ങൾ തെളിയാൻ തുടങ്ങി. ഒരു തള്ളവിരൽ, ഒരു മനുഷ്യൻ്റെ കൈപ്പത്തിയുടെ പാട്. ആ കൈപ്പത്തി ഗ്ലാസിൽ അമർത്തി താഴേക്ക് ഉരസി നീങ്ങി. ഈർപ്പമുള്ള ഗ്ലാസിൽ തൊലി ഉരയുന്ന ശബ്ദം ക്യാബിനുള്ളിൽ വ്യക്തമായി കേട്ടു. പുറത്തുനിന്നല്ല, അകത്തുനിന്ന്. എൻ്റെ തൊട്ടടുത്ത് ആ ശൂന്യമായ സീറ്റിൽ നിന്നും ആരോ ഗ്ലാസ്സിലേക്ക് കൈവച്ചിരിക്കുന്നു. എൻ്റെ സിരകളിലെ രക്തം തണുത്തുറഞ്ഞു. എനിക്ക് നിലവിളിക്കാൻ തോന്നി. പക്ഷേ തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തു വന്നില്ല. ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു. ഗ്ലാസ്സിലെ പാട് മാഞ്ഞിട്ടില്ല. 4 നീളൻ വിരലുകളും ഒരു തള്ളവിരലും. അതിൽ നിന്നും വെള്ളത്തുള്ളികൾ താഴേക്ക് ഒലിച്ചിറങ്ങുന്നു. ഞാൻ ആക്സിലേറ്റർ പരമാവധി ചവിട്ടി. വണ്ടി അതിവേഗം മുന്നോട്ട് കുതിച്ചു. എത്ര വേഗത്തിലാണ് ഞാൻ വണ്ടി ഓടിച്ചതെന്ന് എനിക്കറിയില്ല. ഓരോ നിമിഷവും ഒരു യുഗം പോലെയാണ് എനിക്ക് തോന്നിയത്. ഒടുവിൽ ആ ഇരുട്ടിൽ ആ വലിയ ചിമ്മിനി ഞാൻ കണ്ടു. മാലിന്യ സംസ്കരണ പ്ലാന്റ്. ഞാൻ വണ്ടി ബ്രേക്ക് ചെയ്തു. പ്ലാന്റിൻ്റെ വലിയ ഇരുമ്പ് ഗേറ്റിന് മുന്നിൽ കൊമ്പൻ വന്നു നിന്നു. വലിയൊരു മതിൽക്കെട്ടാണ്. ഉള്ളിൽ ഫർണസ് കത്തുന്നുണ്ട്. ചിമ്മിനിയിലൂടെ കറുത്ത പുകയുയരുന്നു. ആ പ്രദേശം മുഴുവൻ കരിഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെയും മാംസത്തിൻ്റെയും മണമാണ്. സെക്യൂരിറ്റി ക്യാബിനിൽ ഗോപാലേട്ടനുണ്ട്. അയാൾ മേശപ്പുറത്ത് തലവെച്ച് നല്ല ഉറക്കത്തിലാണ്. എന്നെയും മുതലാളിയുടെ വണ്ടിയെയും അയാൾക്ക് നല്ല പരിചയമാണ്. പലപ്പോഴും രാത്രിയിൽ മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് അയാൾ ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. ഗേറ്റ് അടച്ചിട്ടില്ലായിരുന്നു. പാതി തുറന്നു കിടപ്പുണ്ട്. ഞാൻ ഹോൺ അടിച്ചില്ല. വണ്ടി പതുക്കെ ഗേറ്റിനുള്ളിലേക്ക് കയറ്റി. വിശാലമായ മുറ്റമാണ്. ഒരറ്റത്തായി ആ കൂറ്റൻ ഫർണസ് സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ വലിയ ഇരുമ്പുവാതിൽ പകുതി തുറന്നു കിടപ്പുണ്ട്. ഉള്ളിൽ തീനാളങ്ങൾ ആളിക്കത്തുന്നു. അതിൻ്റെ ചുവന്ന വെളിച്ചം മുറ്റത്താകെ വീണു കിടന്നു. ചുറ്റും ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദത മാത്രം. തീയുടെ ഇറമ്പലല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ വണ്ടി ഫർണസിൻ്റെ പ്ലാറ്റ്ഫോമിനടുത്തേക്ക് റിവേഴ്സ് ചെയ്തു നിർത്തി. എൻജിൻ ഓഫ് ചെയ്ത് ലൈറ്റുകൾ അണച്ചു. പെട്ടെന്ന് ചുറ്റും ഇരുട്ട് വ്യാപിച്ചു. ഫർണസിലെ തീയുടെ വെളിച്ചം മാത്രം. ഞാൻ ദീർഘമായി ശ്വാസമെടുത്ത് വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി. കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മഴ പൂർണ്ണമായും തോർന്നിരുന്നു. പക്ഷേ തണുത്ത കാറ്റുണ്ട്. ചുറ്റും തണുപ്പ് കലർന്ന ഒരു വിചിത്രമായ അന്തരീക്ഷം. ഞാൻ കൊമ്പൻ്റെ പുറകിലേക്ക് നടന്നു. എൻ്റെ മനസ്സിൽ ഭയം അലയടിക്കുന്നുണ്ടായിരുന്നു. ആ ടർപ്പായക്കടിയിൽ എന്താണ്? ശരിക്കും സുധാകരൻ്റെ മൃതദേഹം തന്നെയാണോ? അതോ മറ്റെന്തെങ്കിലുമാണോ? ഞാൻ ടർപ്പായയുടെ കെട്ടുകൾ അഴിക്കാൻ തുടങ്ങി. വണ്ണമുള്ള കയറുകൾ നല്ല മുറുക്കത്തിലാണ് കെട്ടിയിരിക്കുന്നത്. എൻ്റെ വിരലുകൾ കുഴഞ്ഞു. ഒരു വിധത്തിൽ ഞാൻ കെട്ടുകൾ അഴിച്ചു മാറ്റി. ടർപ്പായയുടെ ഒരറ്റം പിടിച്ച് ഒറ്റ വലിക്ക് താഴേക്കിട്ടു. അവിടെ കൊമ്പൻ്റെ തറയിൽ ആ പഴയ ചണച്ചാക്ക് കിടപ്പുണ്ട്. ഒരു മാറ്റവുമില്ല. എനിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. എൻ്റെ തോന്നലുകളെല്ലാം വെറുതെയായിരുന്നു. ആരും വണ്ടിയിൽ കയറിയിട്ടില്ല. ഇത് വെറുമൊരു മൃതദേഹം മാത്രം. ഞാൻ വണ്ടിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് വലിഞ്ഞു കയറി. ചാക്കിൻ്റെ ഒരറ്റത്ത് പിടിച്ചു. നല്ല ഭാരമുണ്ട്. ഞാൻ സർവ്വശക്തിയുമെടുത്ത് ആ ചാക്ക് പുറത്തേക്ക് വലിച്ചു.
ഒരു ശബ്ദത്തോടെ ആ ചാക്ക് ഫർണസിൻ്റെ കോൺക്രീറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് വീണു. ആ വീഴ്ചയുടെ ആഘാതത്തിൽ ചാക്കിൻ്റെ മുകൾ ഭാഗത്തെ കെട്ടഴിഞ്ഞുപോയി. സുധാകരൻ്റെ മുഖം വീണ്ടും പുറത്തു വന്നു. ആ കണ്ണുകൾ, ജീവനില്ലാത്ത ആ തുറിച്ച കണ്ണുകൾ നേരെ എന്നെ തന്നെ നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. മുഖത്ത് രക്തം കരിഞ്ഞു പിടിച്ചിട്ടുണ്ട്. വായ പാതി തുറന്നിരിക്കുന്നു. എനിക്ക് മനം മറയുന്നത് പോലെ തോന്നി. ഇനി നോക്കി നിൽക്കാൻ സമയമില്ല. വേഗം ഇത് ഫർണസിലേക്ക് തള്ളണം. ഞാൻ അയാളുടെ കാലുകളിലും ഒരു കൈയിലും പിടിച്ച് ഫർണസിൻ്റെ വാതിലിനടുത്തേക്ക് വലിക്കാൻ തുടങ്ങി. ശരീരം വല്ലാതെ മരവിച്ചിരുന്നു. പാറക്കല്ല് പോലത്തെ ഭാരം. അയാളുടെ വലതു കൈ നെഞ്ചോട് ചേർന്ന് മടങ്ങിയിരിക്കുകയായിരുന്നു. ആ കൈപ്പത്തി മുറുകെ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്നു. ഞാൻ ബോഡി ഫർണസിൻ്റെ ഇരുമ്പ് പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തു വയ്ക്കുന്നതിനിടയിൽ അയാൾ മടക്കി സൂക്ഷിച്ചിരുന്ന ആ വലതു കൈ താഴേക്ക് വീണു. ആ വീഴ്ചയിൽ ചുരുട്ടിപ്പിടിച്ച ആ വിരലുകൾക്കിടയിൽ നിന്നും എന്തോ ഒന്ന് പുറത്തേക്ക് നീണ്ടുവന്നു. ഫർണസിലെ തീയുടെ ചുവന്ന വെളിച്ചത്തിൽ അതൊന്ന് വെട്ടിത്തിളങ്ങി. എൻ്റെ കണ്ണുകൾ അവിടേക്ക് പോയി. മഞ്ഞ വെളിച്ചം വമിക്കുന്ന ഒരു ലോഹം. ഞാൻ ശ്വാസം അടക്കി പിടിച്ച് പതുക്കെ താഴേക്ക് കുനിഞ്ഞ് സൂക്ഷിച്ചു നോക്കി. എൻ്റെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിലച്ചുപോയി. ഞരമ്പുകളിലെ രക്തം ഐസ് പോലെ തണുത്തു. അതൊരു സ്വർണമാലയായിരുന്നു. 10 പവൻ്റെ കട്ടി കൂടിയ ഡിസൈനിലുള്ള ഒരു വലിയ സ്വർണമാല. ആ മരവിച്ച വിരലുകൾക്കിടയിൽ അത് കുരുങ്ങിക്കിടക്കുന്നു. അവറാൻ മുതലാളിയുടെ മാല. എനിക്ക് യാതൊരു സംശയവുമില്ല, ഈ മാല ഞാൻ എത്രയോ തവണ കണ്ടിരിക്കുന്നു. ഞാൻ അത്ഭുതത്തോടെയും അതിലേറെ ഭയത്തോടെയും ആ മാലയിലേക്ക് തന്നെ നോക്കി നിന്നു. ഇതെങ്ങനെ സംഭവിച്ചു? സുധാകരനെ കൊന്ന സമയത്ത് അയാളും മുതലാളിയും തമ്മിൽ പിടിവലി നടന്നിട്ടുണ്ടാകും. ആ സമയത്ത് സുധാകരൻ മാല പൊട്ടിച്ചെടുത്തതാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. എൻ്റെ തലച്ചോറിലൂടെ ചിന്തകൾ മിന്നൽ പോലെ പാഞ്ഞു. കൃത്യം 1.5 മണിക്കൂർ മുമ്പ് ഗോഡൗണിൽ വെച്ച് ഈ ശവം ചാക്കിലാക്കി കൊമ്പൻ്റെ പുറകിൽ കയറ്റി കെട്ടിവെച്ച ശേഷം ഞാൻ വണ്ടിയെടുക്കാൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയപ്പോൾ മുതലാളി കുടയും ചൂടി എൻ്റെ വിൻഡോയുടെ അടുത്തേക്ക് വന്നിരുന്നു. എന്നോട് എന്തൊക്കെയോ സംസാരിച്ചു. അപ്പോൾ ആ നിമിഷത്തിൽ മുതലാളിയുടെ കഴുത്തിൽ ഈ മാലയുണ്ടായിരുന്നു. ഞാൻ വ്യക്തമായി കണ്ടതാണ്. കൊമ്പൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ ആ സ്വർണ്ണമാല തിളങ്ങിയത് എൻ്റെ മനസ്സിലൊരു ഫോട്ടോ പോലെ ഇപ്പോഴും പതിഞ്ഞു കിടപ്പുണ്ട്. അതിനർത്ഥം ശവം വണ്ടിയിൽ കയറ്റി മൂടിക്കെട്ടിയ ശേഷവും മാല മുതലാളിയുടെ കഴുത്തിലുണ്ടായിരുന്നു. എങ്ങനെ ഈ മാല ഈ ഇറുക്കി കെട്ടിയ ടർപ്പായ്ക്കുള്ളിലെ ചാക്കിൽ കിടക്കുന്ന ശവത്തിൻ്റെ കയ്യിലെത്തി? വണ്ടി വന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതുവരെ ഈ കെട്ട് ആരും അഴിച്ചിട്ടില്ല. ഞാൻ അഴിക്കുമ്പോഴും ഇത് മുറുകി തന്നെ ഇരിക്കുകയായിരുന്നു. ശവം വണ്ടിയിൽ കയറ്റിയ ശേഷം മുതലാളി സ്വന്തം മാല ഊരി ടർപ്പായ അഴിച്ച് ഈ ശവത്തിൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കുമോ? ഒരിക്കലുമില്ല. അതിന് യാതൊരു അർത്ഥവുമില്ല. പിന്നെ എൻ്റെ മനസ്സിലേക്ക് ആ ചിന്ത ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശി. കാനനപാതയിൽ വെച്ച് വണ്ടി കേടായപ്പോൾ ക്യാബിനിൽ എൻ്റെ ഇടതുവശത്ത് ഞാൻ കണ്ട ആ രൂപം, ഗ്ലാസ്സിലെ ആ വിരലടയാളങ്ങൾ, അതെൻ്റെ വെറും തോന്നലായിരുന്നില്ലേ? അത് ശരിക്കും സുധാകരനായിരുന്നോ? ആ ജീവനില്ലാത്ത ശരീരം വണ്ടിയിൽ നിന്നും ഇറങ്ങി തിരികെ ഗോഡൗണിൽ പോയി മുതലാളിയുടെ കഴുത്തിൽ നിന്നും ഈ മാല പൊട്ടിച്ചെടുത്തതാണോ? അതോ മുതലാളിയുടെ ജീവൻ എടുത്തിട്ടാണോ അയാൾ തിരികെ ഈ ചാക്കിലേക്ക് തന്നെ വന്നു കിടന്നത്? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ചുറ്റുമുള്ള ലോകം കറങ്ങാൻ തുടങ്ങി. ഫർണസിലെ തീയുടെ ചൂട് എൻ്റെ ശരീരത്തെ ചുട്ടുപൊള്ളിച്ചു. ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ സുധാകരൻ്റെ ആ വലതുകൈയിൽ പിടിച്ചു. മരവിച്ചു പോയ കല്ലുപോലെയുള്ള ആ വിരലുകൾ ഞാൻ ബലമായി വിടർത്തി. ആ വിരലുകൾക്കിടയിൽ നിന്നും ആ മാല എൻ്റെ കയ്യിലേക്ക് വീണു. അതിലൊരു തരം ചൂടുണ്ടായിരുന്നു. ശരീരത്തിൻ്റെ ചൂടായിരുന്നില്ല അത്. ചുട്ടുപൊള്ളുന്ന നരകത്തിലെ തീയുടെ ചൂട് പോലെ എനിക്കത് അനുഭവപ്പെട്ടു. ഇനി എന്തു ചെയ്യും? എൻ്റെ വിരലുകൾ ആ മാലയിൽ മുറുകി. അതിൽ നിന്നും ഒരുതരം വിചിത്രമായ ചൂട് എൻ്റെ ശരീരത്തിലേക്ക് പടരുന്നതായി എനിക്ക് തോന്നി. ഞാൻ വേഗം ആ മാല പാൻസിൻ്റെ പോക്കറ്റിലേക്ക് തിരുകി. നാളെ രാവിലെ മുതലാളിയെ ഏൽപ്പിക്കാം. ഇപ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ സമയമില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ ശവം ഇല്ലാതാക്കണം. ഞാൻ വീണ്ടും ആ മൃതദേഹത്തിന് നേരെ തിരിഞ്ഞു. സുധാകരൻ്റെ ജീവനില്ലാത്ത ശരീരം അപ്പോൾ എനിക്ക് ഭയത്തേക്കാൾ വലിയൊരു അസ്വസ്ഥതയാണ് നൽകിയത്. എൻ്റെ കണ്ണുകൾ വീണ്ടും ആ മുഖത്തേക്ക് പോകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. 2 കാലുകളിലും പിടിച്ച് ഞാൻ ആ ശരീരം ഫർണസിൻ്റെ വലിയ ഇരുമ്പുവാതിലിന് നേരെ വലിച്ചു. അത് ഇരുമ്പ് തറയിലൂടെ ഉരഞ്ഞു നീങ്ങുമ്പോൾ
ഒരു അരോചകമായ ശബ്ദമുണ്ടായി. ഫർണസിൻ്റെ വാതിൽക്കലെത്തിയപ്പോൾ ഉള്ളിൽ നിന്നും ആഞ്ഞടിക്കുന്ന തീയുടെ ചൂട് എൻ്റെ മുഖത്തേക്ക് അടിച്ചു. ഒരു നിമിഷം ഞാൻ ശ്വാസം അടക്കി പിടിച്ചു. പിന്നെ സർവ്വശക്തിയുമെടുത്ത് ആ ശരീരം ഉള്ളിലേക്ക് തള്ളി. ഒരു വലിയ ശബ്ദത്തോടെ ആ ശരീരം തീനാളങ്ങൾക്കിടയിലെ ഇരുമ്പ് ഗ്രില്ലിലേക്ക് വീണു. ഞാൻ വേഗം ഫർണസിൻ്റെ കനത്ത ഇരുമ്പുവാതിൽ വലിച്ചടച്ചു. അതിൻ്റെ വലിയ ഇരുമ്പ് കൊളുത്ത് താഴേക്ക് വലിച്ചു. എല്ലാം കഴിഞ്ഞു. വാതിലിലെ ചെറിയ ഗ്ലാസ് ജനലിലൂടെ ഞാൻ ഉള്ളിലേക്ക് നോക്കി. തീനാളങ്ങൾ ആ ശരീരത്തെ പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു. വസ്ത്രങ്ങൾ കത്തിയിരിക്കുന്നതിൻ്റെയും മാംസമുരുകുന്നതിൻ്റെയും ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ ആ കട്ടിയുള്ള ഇരുമ്പുവാതിലിന് പുറത്തേക്കും ഞാൻ കേട്ടു. എന്തിനോ വേണ്ടി പോരാടി ഒടുവിൽ അജ്ഞാതമായ ഒരു മാലിന്യ കൂമ്പാരത്തിൽ എരിഞ്ഞടങ്ങേണ്ടി വന്ന ആ മനുഷ്യനെ ഓർത്ത് ഞാൻ ഒരു വേള ചിന്തിച്ചു നിന്നു. അയാളുടെ പോരാട്ടം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അവറാൻ മുതലാളി ജയിച്ചിരിക്കുന്നു. ഞാൻ ഫർണസിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നും താഴേക്കിറങ്ങി. മുറ്റത്തെ പൈപ്പിൽ നിന്നും ഐസ് പോലത്തെ വെള്ളം തുറന്നുവിട്ട് ഞാൻ കൈകളും മുഖവും കഴുകി. ചോരയുടെ നേരിയ ഗന്ധം അപ്പോഴും കൈകളിൽ ബാക്കിയുള്ളതുപോലെ. ഞാൻ കൊമ്പൻ്റെ ക്യാബിനിലേക്ക് കയറി എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. തിരിച്ചുള്ള യാത്രയിൽ വണ്ടിക്കുള്ളിൽ ആ ഗന്ധമുണ്ടായിരുന്നില്ല. റേഡിയോ തനിയെ ഓണായില്ല. ഗ്ലാസിൽ മഞ്ഞോ വിരലടയാളങ്ങളോ തെളിഞ്ഞില്ല. കൊമ്പൻ ശാന്തനായിരുന്നു. പുറത്തെ മഴ പൂർണ്ണമായും നിന്നിരുന്നു. എങ്കിലും എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ആ 10 പവൻ്റെ സ്വർണ്ണമാല എൻ്റെ തുടയിൽ ഒരു ഭാരമായി അമർന്നിരുന്നു. ഓരോ തവണ ഗിയർ മാറ്റുമ്പോഴും എൻ്റെ കൈ അറിയാതെ ആ പോക്കറ്റിലേക്ക് പോകും. അതവിടെ തന്നെയുണ്ടെന്ന് ഉറപ്പുവരുത്തും. വീട്ടിലെത്തുമ്പോൾ സമയം പുലർച്ചെ 4 മണി കഴിഞ്ഞിരുന്നു. മുറ്റത്ത് വണ്ടി ഒതുക്കി ഞാൻ പതുക്കെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. നനഞ്ഞ വസ്ത്രങ്ങൾ ഊരിമാറ്റി. പോക്കറ്റിൽ കിടന്ന ആ മാലയെടുത്ത് ഞാൻ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഡ്രോയറിലേക്ക് ഇട്ടു. അതവിടെ കിടക്കുന്നതാണ് എനിക്ക് സമാധാനം. പൊതുവെ രാത്രി ജോലി കഴിഞ്ഞു വന്നാൽ നേരം വെളുക്കുന്നതുവരെ ഉറങ്ങുന്ന ശീലം എനിക്കില്ല. എൻ്റെ കണ്ണുകൾക്ക് ഉറക്കം അപരിചിതമാണ്. പക്ഷേ അന്നത്തെ ദിവസം കട്ടിലിലേക്ക് വീണതും ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. സ്വപ്നങ്ങളില്ലാത്ത ഇരുണ്ട അഗാധമായ ഒരു ഉറക്കം. ഉണരുമ്പോൾ ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞിരുന്നു. ജനലിലൂടെ സൂര്യപ്രകാശം എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. തലയ്ക്ക് വല്ലാത്തൊരു ഭാരം. കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ ഒരു ദുസ്വപ്നം പോലെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ഞാൻ ഞെട്ടി എഴുന്നേറ്റു. ഡ്രോയർ തുറന്നു നോക്കി. അവിടെ ആ മാല ഇരിപ്പുണ്ട്. അതൊരു സ്വപ്നമായിരുന്നില്ല. എല്ലാം സത്യമാണ്. ഞാനൊരു മനുഷ്യനെ കത്തിച്ചിരിക്കുന്നു. ഞാൻ വേഗം കട്ടിലിൽ കിടന്ന ഫോൺ എടുത്തു നോക്കി. സ്ക്രീനിൽ നിറയെ മിസ്ഡ് കോളുകൾ. കൂടെ ജോലി ചെയ്യുന്നവരുടെയും മുതലാളിയുടെ മറ്റ് അനുയായികളുടെയും ഫോൺ കോളുകൾ. വാട്സാപ്പിൽ നിറയെ മെസ്സേജുകൾ. ഏറ്റവും മുകളിലത്തെ മെസ്സേജ് ഞാൻ തുറന്നു. അതിലെ വരികൾ കണ്ടതും എൻ്റെ ഹൃദയമിടിപ്പ് നിന്നുപോയി. അവറാൻ മുതലാളി മരിച്ചു. കൊലപാതകമാണ്. ഗോഡൗണിലാണ് ബോഡി കണ്ടെത്തിയത്. എൻ്റെ വിരലുകൾ മരവിച്ചു. എൻ്റെ വിരലുകൾ വിറച്ചു. ഫോൺ കയ്യിൽ നിന്നും താഴേക്ക് വീഴാൻ പോയി. മുതലാളി മരിച്ചെന്നോ? അത് അസാധ്യമാണ്. ഇന്നലെ രാത്രി ഞാൻ പോരുമ്പോൾ മുതലാളി അവിടെ ജീവനോടെ ഉണ്ടായിരുന്നതാണ്. എന്നോട് സംസാരിച്ചതാണ്. പിന്നാര്? എപ്പോൾ? ഞാൻ വേഗം ഷർട്ടും പാൻറ്റും വലിച്ചു കയറ്റി. പോക്കറ്റിലേക്ക് ഡ്രോയറിലെ ആ സ്വർണ്ണമാല എടുത്തു വെച്ചു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഗോഡൗണിലേക്ക് കുതിക്കുമ്പോൾ എൻ്റെ തലച്ചോറിൽ ചിന്തകളുടെ ഒരു കൊടുങ്കാറ്റ് വീശുകയായിരുന്നു. ഗോഡൗണിന് മുന്നിലെത്തിയപ്പോൾ അവിടെ വലിയൊരു ആൾക്കൂട്ടമുണ്ടായിരുന്നു. പോലീസ് ജീപ്പുകൾ, ആംബുലൻസ്, മാധ്യമപ്രവർത്തകർ എല്ലാം അവിടെ എത്തിയിരുന്നു. ഗോഡൗണിന് ചുറ്റും പോലീസ് മഞ്ഞ ടേപ്പ് കെട്ടിത്തിരിച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് ആരെയും കടത്തിവിടുന്നില്ല. ഞാൻ ബൈക്ക് ദൂരെ ഒതുക്കി വെച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ പതുക്കെ മുന്നോട്ട് നീങ്ങി. എനിക്ക് പരിചയമുള്ള പോലീസുകാരുണ്ടവിടെ. അവർ എന്നെ കണ്ടെങ്കിലും തടഞ്ഞില്ല. ഞാൻ മഞ്ഞ ടേപ്പിന് അരികിൽ ചെന്ന് നിന്നു. ഉള്ളിലെ കാഴ്ച എൻ്റെ സിരകളിലെ രക്തം മരവിപ്പിച്ചു. ഗോഡൗണിൻ്റെ ഒത്ത നടുക്ക് ഒരു കസാരയ്ക്ക് താഴെയായി അവറാൻ മുതലാളിയുടെ ശരീരം മലർന്നു കിടക്കുന്നു. ഫോറൻസിക് ഉദ്യോഗസ്ഥർ ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. മുതലാളിയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളിയിരുന്നു. മുഖം നീലിച്ചിരുന്നു. കഴുത്തിൽ ആഴത്തിലുള്ള പാടുകൾ. ആരോ കഴുത്ത് ഞെരിച്ചു കൊന്നതാണെന്ന് വ്യക്തം. ക്രൂരമായ കൊലപാതകമാണ്. എൻ്റെ തൊട്ടടുത്ത് നിന്ന ഒരു പോലീസുകാരൻ മറ്റൊരാളോട് പറയുന്നത് ഞാൻ കേട്ടു. വളരെ ബലമുള്ള ആരോ ആണ് കഴുത്ത് ഞെരിച്ചിരിക്കുന്നത്. വിരലടയാളങ്ങൾ കഴുത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്.
മോഷണശ്രമമായിരിക്കുമോ? രണ്ടാമൻ ചോദിച്ചു. ആകാം. മുതലാളിയുടെ കഴുത്തിൽ എപ്പോഴും ഉണ്ടാകാറുള്ള ആ 10 പവൻ്റെ സ്വർണ്ണമാല കാണാനില്ല. അത് പൊട്ടിച്ചെടുത്തതിൻ്റെ പാടുകൾ കഴുത്തിലുണ്ട്. പോക്കറ്റിലെ പേഴ്സും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വലത് കൈയിലെ വിരലുകൾ പാൻസിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ആ തണുത്ത ലോഹത്തിൽ അറിയാതെ മുറുകി. മാല കാണാനില്ല. പോലീസ് കരുതുന്നത് മോഷണശ്രമത്തിനിടെ നടന്ന കൊലയാണെന്നാണ്. പക്ഷേ ആ മാല ഇപ്പോൾ എൻ്റെ പോക്കറ്റിലാണുള്ളത്. അതും കഴിഞ്ഞ രാത്രി ഞാൻ കത്തിച്ച് ചാമ്പലാക്കിയ സുധാകരൻ്റെ ജീവനില്ലാത്ത വിരലുകൾക്കിടയിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. എൻ്റെ നട്ടലിലൂടെ ഒരു കൊടും തണുപ്പ് അരിച്ചു കയറുന്നത് ഞാൻ അറിഞ്ഞു. രമേശ, പെട്ടെന്നുള്ള വിളി കേട്ട് ഞാൻ ഞെട്ടിത്തിരിഞ്ഞു. CI രാമചന്ദ്രനാണ്. മുതലാളിയുടെ അടുത്ത ആളായിരുന്നു. പക്ഷേ ആളിപ്പോൾ യൂണിഫോമിലാണ്. സാർ, ഞാൻ പരുങ്ങി. നീ എവിടെയായിരുന്നു രാവിലെ മുതൽ? ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ഉറങ്ങുകയായിരുന്നു സാർ. ഇന്നലെ രാത്രി ഓട്ടമുണ്ടായിരുന്നു. ഞാൻ കള്ളം പറഞ്ഞു. എന്തോട്ടം? ഇന്നലെ ഗോഡൗണിൽ നിന്നും വണ്ടിയൊന്നും പുറത്തു പോയിട്ടില്ലല്ലോ. CIയുടെ നോട്ടം കൂർത്തു. എൻ്റെ തൊണ്ട വരളാൻ തുടങ്ങി. അത് എൻ്റെ സ്വന്തം ആവശ്യത്തിന് കുറച്ച് ദൂരം പോയതാ സാർ. രാത്രിയാ വന്നത്. CI എന്നെ അടിമുടിയൊന്ന് നോക്കി. നീ ഇങ്ങോട്ട് വാ. അയാൾ എന്നെ ആൾക്കൂട്ടത്തിൽ നിന്നും അല്പം മാറ്റി നിർത്തി. ഇന്നലെ രാത്രി അവറാൻ അവസാനമായി ഫോൺ ചെയ്തത് നിന്നെയാണ്. 12:30 നീ ഇവിടെ വന്നിരുന്നോ? ഞാൻ വിയർക്കാൻ തുടങ്ങി. ഇല്ല എന്ന് പറഞ്ഞാൽ ടവർ ലൊക്കേഷൻ വെച്ച് അവർ കണ്ടുപിടിക്കും. വന്നിരുന്നു സാർ, ഞാൻ പറഞ്ഞു. എന്തിനാ വിളിച്ചത്? എന്താ ഇവിടെ സംഭവിച്ചത്? CIയുടെ ശബ്ദം കർശനമായി. അത് മുതലാളിക്ക് പെട്ടെന്ന് എറണാകുളത്തേക്കൊരു ചരക്ക് കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞു വിളിച്ചതാ. ഞാൻ വന്നപ്പോൾ ചരക്ക് എത്തിയിട്ടില്ല. ഓട്ടം ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു. ഞാൻ വളരെ പാടുപെട്ടാണ് ആ വാക്കുകൾ പറഞ്ഞൊപ്പിച്ചത്. നീ പോരുമ്പോൾ അവറാനിവിടെ ഒറ്റയ്ക്കായിരുന്നോ? അതോ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒറ്റയ്ക്കായിരുന്നു സാർ. ഞാൻ പോരുമ്പോൾ മുതലാളി അവിടെ കസാരയിലിരിക്കുകയായിരുന്നു. CI കുറച്ചു നേരം എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഞാൻ കണ്ണുകൾ വെട്ടിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. ശരി, നീ എങ്ങോട്ടും പോകരുത്. സ്റ്റേഷനിൽ വിളിപ്പിക്കും. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ശരി സാർ. CI തിരിഞ്ഞു നടന്നു. ഞാൻ ദീർഘമായി ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടു. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇത് അവസാനമല്ല. ഞാൻ ആ ആൾക്കൂട്ടത്തിന് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. ഇനിയും ഇവിടെ നിന്നാൽ എൻ്റെ മുഖത്തെ ഭയം മറ്റുള്ളവർ ശ്രദ്ധിക്കും. സൂര്യൻ നെറുകയിൽ കത്തി നിൽക്കുന്നുണ്ട്. നല്ല ചൂട്. എങ്കിലും എൻ്റെ ശരീരത്തിൻ്റെ വിറയൽ മാറുന്നില്ല. ഞാൻ എൻ്റെ ബൈക്കിനടുത്തേക്ക് നടക്കുകയായിരുന്നു. പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ എന്നെ തന്നെ ഉറ്റുനോക്കുന്നത് പോലെ എനിക്ക് തോന്നി. കഴിഞ്ഞ രാത്രി ലോറിയുടെ ക്യാബിനിൽ വെച്ചുണ്ടായ അതേ തോന്നൽ. വായുവിൽ പെട്ടെന്ന് ഒരു തണുപ്പ് പടരുന്നത് പോലെ. ഞാൻ നടത്തം നിർത്തി. പതുക്കെ തലയുയർത്തി നോക്കി. പോലീസ് ജീപ്പിന് പുറകിലായി ആൾക്കൂട്ടത്തിൻ്റെ ഏറ്റവും പിന്നിൽ ഒരാൾ നിൽപ്പുണ്ട്. എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. അവിടെ നിൽക്കുന്നത് കഴിഞ്ഞ രാത്രി സ്വന്തം കൈകൾ കൊണ്ട് ഞാൻ ഫർണസിലേക്ക് തള്ളിയിട്ട് കത്തിച്ച അതേ മനുഷ്യൻ, സുധാകരൻ. അവറാൻ മുതലാളി കൊലപ്പെടുത്തിയ അതേ മനുഷ്യൻ. അയാൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവിടെ നിൽക്കുകയാണ്. വസ്ത്രങ്ങളിൽ ഒരു തുള്ളി ചോര പോലുമില്ല. കഴുത്തിൽ പാടുകളില്ല. അയാൾ ജീവനോടെ നിൽക്കുന്നു. എന്നെ നോക്കി അയാളുടെ ചുണ്ടിൽ ഭയപ്പെടുത്തുന്ന ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു. ഹൃദയമിടിപ്പ് നിന്നുപോയതുപോലെ എനിക്ക് തോന്നി. ചുറ്റുമുള്ള ശബ്ദങ്ങളെല്ലാം ഒരു മൂളലായി മാറി. കാലുകൾക്ക് കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ. അയാൾ പതുക്കെ വലതു കൈ ഉയർത്തി. ആ കൈയിൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അയാൾ തൻ്റെ കഴുത്തിലേക്ക് ചൂണ്ടി. ആ സ്വർണ്ണമാല കിടക്കുന്ന ആ ഭാഗത്തേക്ക്. പിന്നെ അയാൾ എൻ്റെ പാൻസിൻ്റെ പോക്കറ്റിലേക്ക് വിരൽ ചൂണ്ടി. ആ മാല കിടക്കുന്ന എൻ്റെ പോക്കറ്റിലേക്ക്. അയാളുടെ ചിരി കൂടുതൽ വിശാലമായി. ഞാൻ പുറകിലേക്ക് ഒരടി വെച്ചു. ഇതൊരു തുടക്കം മാത്രമാണ്. നരകത്തിലേക്കുള്ള വാതിൽ എനിക്ക് മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ കണ്ണുകൾ ഒന്നുകൂടി ഇറുക്കി അടച്ചു തുറന്നു. ആൾക്കൂട്ടത്തിന് പിന്നിലേക്ക് ഞാൻ വീണ്ടും നോക്കി. അവിടെ ആരുമില്ല. വെറുമൊരു ശൂന്യത മാത്രം. ആ ജീപ്പും ചുറ്റും നിൽക്കുന്ന സാധാരണക്കാരായ ആളുകളും മാത്രം. സുധാകരൻ അവിടെയില്ല.
എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണോ? എൻ്റെ തോന്നലായിരുന്നു അത്. അല്ല, ഒരിക്കലുമല്ല. ആ ക്രൂരമായ ചിരിയും എൻ്റെ പോക്കറ്റിലേക്ക് ചൂണ്ടിയ ആ വിരലുകളും ഒരു തോന്നലായിരുന്നില്ല, അത് സത്യമായിരുന്നു. അയാളുടെ ലക്ഷ്യം ഔറാൻ മുതലാളി മാത്രമായിരുന്നില്ല, ഞാനും കൂടിയാണ്. കൊലപാതകത്തിന് കൂട്ടുനിന്ന എന്നെയും അയാൾക്ക് വേണം. മുതലാളിയെ കൊന്നത് ആ മൃതദേഹമാണ്. മുതലാളിയുടെ കഴുത്തിൽ നിന്നും ഊരിയെടുത്ത ആ മാല സുധാകരൻ്റെ പ്രേതം എനിക്കായി ഒരുക്കി വെച്ച കെണിയായിരുന്നു. ആ കൊലപാതകത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തവും എൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള കെണി. എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. എത്രയും വേഗം ഈ മാല നശിപ്പിക്കണം, തെളിവില്ലാതാക്കണം. ഞാൻ തിരിഞ്ഞു നടന്നു. നടത്തത്തിൻ്റെ വേഗത കൂടി. എൻ്റെ ബൈക്കിനടുത്തേക്ക് ഞാൻ ഓടുകയായിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ റോഡിലേക്ക് ഇറങ്ങി. CI എന്നോട് എവിടേക്കും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എനിക്ക് പോയേ മതിയാകൂ. മീനച്ചിലാറിന് കുറുകെയുള്ള ആ പഴയ പാലമായിരുന്നു എൻ്റെ ലക്ഷ്യം. വെള്ളം കുത്തിയൊഴുകുന്ന ആ പുഴയിലേക്ക് ഈ മാല എറിഞ്ഞാൽ പിന്നെ ലോകത്തൊരു ശക്തിക്കും എന്നെ പിടിക്കാൻ കഴിയില്ല. 10 മിനിറ്റ് കൊണ്ട് ഞാൻ ആ പാലത്തിലെത്തി. മഴ വീണ്ടും ചാറിത്തുടങ്ങിയിരുന്നു. പാലത്തിൽ വേറെ വാഹനങ്ങളൊന്നുമില്ല. ഞാൻ ബൈക്ക് ഒതുക്കി നിർത്തി. വിറയ്ക്കുന്ന കൈകളോടെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ആ സ്വർണ്ണമാല പുറത്തെടുത്തു. അതിനിപ്പോൾ ഭാരം കൂടിയതുപോലെ. എൻ്റെ കൈപ്പത്തിയിൽ കിടന്ന് അതൊരു ജീവി എന്നോണം തുടിച്ചു. ഞാൻ താഴേക്ക് നോക്കി. കലങ്ങി മറിഞ്ഞ പുഴവെള്ളം ഒരു വലിയ ഇരമ്പലോടെ ഒഴുകുന്നുണ്ട്. കണ്ണുകൾ ഇറുക്കിയടച്ച് സർവശക്തിയുമെടുത്ത് ഞാൻ ആ മാല പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു ചെറിയ ശബ്ദം. ആ 10 പവൻ്റെ സ്വർണ്ണമാല പുഴയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയി. എൻ്റെ നെഞ്ചിൽ നിന്നും വലിയൊരു ഭാരം ഒഴിഞ്ഞുപോയതുപോലെ എനിക്ക് തോന്നി. ഞാൻ ദീർഘമായി ശ്വാസമെടുത്ത് ആകാശത്തേക്ക് നോക്കി. തീർന്നു, എല്ലാം അവസാനിച്ചിരിക്കുന്നു. എൻ്റെ കൈകൾ ശുദ്ധമാണ്. എനിക്കെതിരെ ഒരു തെളിവുമില്ല. ഞാൻ ബൈക്ക് തിരികെ വീട്ടിലേക്കെടുത്തു. മുറിയിലെത്തിയ ഉടനെ ഞാൻ വാതിൽ അകത്തുനിന്നും പൂട്ടി കട്ടിലിലേക്ക് വീണു. ശരീരമാകെ തളർന്നിരുന്നു. ഒരൽപ്പം മനസമാധാനത്തോടെ എൻ്റെ കണ്ണുകൾ അടഞ്ഞു. എപ്പോഴും ഒരു വലിയ ശബ്ദം കേട്ടാണ് ഞാൻ ഞെട്ടിയുണർന്നത്. ആരോ എൻ്റെ മുറിയുടെ വാതിലിൽ ശക്തിയായി ചവിട്ടുന്നു. വാതിൽ തുറക്കടാ, പോലീസാണ്. പുറത്ത് CI രാമചന്ദ്രൻ്റെ ശബ്ദം. എൻ്റെ ഹൃദയം വാടിപ്പോയി. സമയം വൈകുന്നേരം 4 മണി കഴിഞ്ഞിരിക്കുന്നു. പുറത്ത് നല്ല ഇരുട്ടാണ്. ഞാൻ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. ഒരു നിമിഷം പോലും വൈകാതെ CI രാമചന്ദ്രനും 4 പോലീസുകാരും മുറിയിലേക്ക് ഇരച്ചു കയറി. CI എൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് എന്നെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. സാർ, എന്താ പ്രശ്നം? ഞാൻ അഭിനയിക്കാൻ ശ്രമിച്ചു. എന്താണെന്നോ? ഒന്നും അറിയാത്ത പാവം, ഇവനെ വിലങ്ങു വയ്ക്കടോ, CI അലറി. 2 പോലീസുകാർ എൻ്റെ കൈകൾ പിന്നിലേക്ക് വലിച്ച് വിലങ്ങു വെച്ചു. മുതലാളിയെ കൊന്നിട്ട് ഒന്നും അറിയാത്ത പോലെ വന്നു നിൽക്കുന്നോടാ നീ. ആ ഗോഡൗണിന് എതിർവശത്തുള്ള പഴയ കടയിലെ CCTV ക്യാമറ ഞങ്ങൾ ചെക്ക് ചെയ്തു. രാത്രി 12:30 നീ അവിടെ കയറുന്നതും 1:15 നീ കൊമ്പനുമായി പുറത്തേക്ക് പോകുന്നതും അതിൽ കണ്ടു. എൻ്റെ തൊണ്ട പറ്റി. സാർ, ഞാൻ ചരക്ക് കൊണ്ടുപോകാൻ പോയതാണ്. നിർത്തടാ. CI എൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു. എൻ്റെ ചുണ്ടിൽ നിന്നും ചോര പൊടിഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ഔറാൻ മരിച്ചത് കൃത്യം 1 മണിക്കാണ്. നീ അവിടെ ഉണ്ടായിരുന്ന സമയത്ത്. നീ അയാളെ ശ്വാസം മുട്ടിച്ചു കൊന്നു. എന്നിട്ട് ആ സ്വർണ്ണമാലയും പൊട്ടിച്ച് നീ കടന്നു കളഞ്ഞു. ആ മാല എവിടെയാടാ? എനിക്ക് നേരിയൊരു ആശ്വാസം തോന്നി. അവരെത്ര തല്ലിയാലും മാല കിട്ടില്ലല്ലോ. അതില്ലാതെ അവർക്കെങ്ങനെ കേസ് തെളിയിക്കാൻ കഴിയും? സാർ, ഞാൻ കൊന്നിട്ടില്ല. എനിക്ക് മാലയെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ കരയാൻ തുടങ്ങി. മുറി മുഴുവൻ അരിച്ചു പറക്കടോ. ഇവനിത് ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാകും. CI ഉത്തരവിട്ടു. പോലീസുകാർ മുറിയിലെ സാധനങ്ങൾ വാരി വലിച്ചിടാൻ തുടങ്ങി. അലമാര, ഡ്രോയർ, അടുക്കള, അങ്ങനെ എല്ലായിടവും അവർ പരിശോധിച്ചു. എനിക്കുള്ളിൽ ചിരി വരുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, ഞാൻ മനസ്സിൽ പറഞ്ഞു. സാർ, പെട്ടെന്ന് എൻ്റെ കട്ടിലിനരികിൽ നിന്നിരുന്ന ഒരു പോലീസുകാരൻ വിളിച്ചു. അയാൾ തലയിണ ഉയർത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു. സാർ, ഇവിടെ നോക്ക്. CI അവിടേക്ക് നടന്നു. ഞാനും അങ്ങോട്ടേക്ക് നോക്കി. എൻ്റെ ശ്വാസം നിലച്ചു. കണ്ണുകൾ പുറത്തേക്ക് തള്ളി. തലയിണയ്ക്കടിയിൽ വെളുത്ത ബെഡ്ഷീറ്റിൽ ആ 10 പവൻ്റെ സ്വർണ്ണമാല കിടക്കുന്നു. എനിക്ക് ചുറ്റുമുള്ള ലോകം കറങ്ങാൻ തുടങ്ങി. എൻ്റെ കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടു.
ഇതെങ്ങനെ സാധിക്കും? എൻ്റെ സ്വന്തം കൈകൊണ്ട് ഞാൻ മീനച്ചിലാറ്റിലെ കുതിച്ചൊഴുകുന്ന വെള്ളത്തിലേക്ക് എറിഞ്ഞതാണത്. അത് മുങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടതാണ്. പിന്നെ എങ്ങനെ അതെൻ്റെ തലയിണയ്ക്കടിയിൽ വന്നു? CI തൻ്റെ കയ്യിലുണ്ടായിരുന്ന തൂവാല കൊണ്ട് ആ മാല പതുക്കിയെടുത്തു. സാർ, ആ പോലീസുകാരൻ പറഞ്ഞു, ഇത് നനഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിറയെ ചെളിയുമുണ്ട്. അതെ, അത് പുഴയിലെ ചെളിയായിരുന്നു. ആ മാലയിൽ പുഴവെള്ളം പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും അഴുകിയ ഒരു ദുർഗന്ധം മുറിയിലാകെ പടർന്നു. എനിക്കറിയാമായിരുന്നു അത് ആരുടെ കളിയാണെന്ന്. സുധാകരൻ്റെ അദൃശ്യമായ കൈകൾ എന്നെ വരിഞ്ഞു മുറുകിയിരിക്കുന്നു. ഭൗതികമായ നിയമങ്ങൾക്ക് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല. ഇല്ല, ഞാനല്ല കൊന്നത്. ഞാൻ അലറിക്കരഞ്ഞു. അത് സുധാകരനാണ്. സുധാകരൻ്റെ പ്രേതമാണ്. എൻ്റെ വാക്കുകൾ കേട്ട് CI എന്നെ പുച്ഛത്തോടെ നോക്കി. കൊലപാതകം പിടിക്കപ്പെടുമ്പോൾ ഭ്രാന്ത് അഭിനയിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിച്ച് ജീപ്പിൽ കയറ്റടോ ഇവനെ. അവർ എന്നെ മുറ്റത്തേക്ക് വലിച്ചിഴച്ചു. അയൽക്കാർ മുഴുവൻ കൂടി നിൽപ്പുണ്ടായിരുന്നു. അവരുടെ മുന്നിലൂടെ ഒരു മൃഗത്തെപ്പോലെ എന്നെ അവർ പോലീസ് ജീപ്പിൻ്റെ പുറകിലേക്ക് തള്ളിക്കയറ്റി. ജീപ്പിൻ്റെ മുൻസീറ്റിൽ ഡ്രൈവറും CIയും കയറി. ഇരുമ്പ് ഗ്രില്ല് കൊണ്ട് തിരിച്ചിട്ടുള്ള പുറകിലെ സീറ്റിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. മഴ ശക്തി പ്രാപിച്ചു. ജീപ്പ് മുന്നോട്ടെടുത്തു. പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി ഞാനിരുന്നു. എൻ്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു. മുതലാളിയെ കൊന്ന കുറ്റത്തിന് ഞാൻ ജയിലിൽ കിടന്നു മരിക്കും. സത്യം ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. വണ്ടി നഗരത്തിൽ നിന്നും മാറി വിജനമായ റോഡിലേക്ക് പ്രവേശിച്ചു. പെട്ടെന്നാണ് ഞാനത് ശ്രദ്ധിച്ചത്. ജീപ്പിനുള്ളിലെ താപനില പെട്ടെന്ന് കുറഞ്ഞു. AC ഇട്ടിട്ടില്ലെങ്കിലും ഐസ് പോലത്തെ തണുപ്പ് എന്നെ പൊതിഞ്ഞു. എൻ്റെ ശ്വാസം തട്ടി ജനലിലെ ഗ്ലാസിൽ മഞ്ഞ് വീണു. അതോടൊപ്പം ആ ഗന്ധം. കഴിഞ്ഞ രാത്രി ലോറിയുടെ ക്യാബിനിൽ ഞാൻ അനുഭവിച്ച അതേ ഗന്ധം. പച്ചമണ്ണും ഉണങ്ങിയ ചോരയും കരിഞ്ഞ മാംസവും കലർന്ന ആ രൂക്ഷമായ ദുർഗന്ധം ജീപ്പിനുള്ളിൽ നിറഞ്ഞു. എൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചു. മുന്നിലിരിക്കുന്ന പോലീസുകാർ ഇതൊന്നും അറിയുന്നില്ല. അവർ പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഈ തണുപ്പും ദുർഗന്ധവും ഈ ഗ്രില്ലിനിപ്പുറം എനിക്ക് മാത്രമുള്ളതാണ്. പെട്ടെന്ന് എൻ്റെ ഇടതുതുടയിൽ ഐസ് പോലെയുള്ള തണുത്ത സ്പർശനം ഞാൻ അറിഞ്ഞു. എൻ്റെ സിരകളിലെ രക്തം തണുത്തുറഞ്ഞു. തലതിരിക്കാൻ ഞാൻ ഭയന്നു. പക്ഷേ എൻ്റെ ഇടതുവശത്തെ ആ ഒഴിഞ്ഞ സീറ്റിൽ നിന്നും ഒരു ഞരക്കം കേട്ടു. ഒരു മനുഷ്യൻ്റെ ശബ്ദം. വിറയ്ക്കുന്ന കഴുത്തോടെ ഞാൻ പതുക്കെ ഇടതുവശത്തേക്ക് നോക്കി. എൻ്റെ ജീവൻ അവിടെ വെച്ച് പിടഞ്ഞുപോയി. ജീപ്പിൻ്റെ ഇരുളടഞ്ഞ മൂലയിൽ എൻ്റെ തൊട്ടടുത്ത് അയാളിരിക്കുന്നു. സുധാകരൻ. പക്ഷേ ഇത്തവണ ഗോഡൗണിന് മുന്നിൽ വെച്ച് കണ്ടതുപോലെയല്ല. അയാളുടെ ശരീരം പാതി കത്തിക്കരിഞ്ഞിരുന്നു. മുഖത്തെ തൊലി ഉരുകിയൊലിച്ചിരിക്കുന്നു. കരിഞ്ഞ മാംസത്തിനിടയിലൂടെ വെളുത്ത എല്ലുകൾ പുറത്തേക്ക് കാണാം. ജീവനില്ലാത്ത തിളങ്ങുന്ന ആ 2 കണ്ണുകൾ എൻ്റെ മുഖത്തേക്ക് തന്നെ തുറിച്ചു നിൽക്കുന്നു. ഞാൻ അലറി വിളിക്കാൻ വായ തുറന്നു. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. എൻ്റെ തൊണ്ട അടഞ്ഞുപോയിരുന്നു. അയാളുടെ കരിഞ്ഞ വിരലുകൾ മാത്രമുള്ള ആ വലതുകൈ പതുക്കെ ഉയർന്നു വന്നു. അതിൻ്റെ തോളിൽ മുറുകെ പിടിച്ചു. ചുട്ടുപൊള്ളുന്ന തീയുടെ ചൂട് ആ വിരലുകളിൽ നിന്നും എൻ്റെ ശരീരത്തിലേക്ക് പടർന്നു. ഉരുകിയൊലിച്ച ആ ചുണ്ടുകൾ വിടർന്നു. തൊണ്ടയിൽ നിന്നും അലർച്ചയോടൊപ്പം ഭയപ്പെടുത്തുന്ന ഒരു മന്ത്രിക്കൽ എൻ്റെ കാതുകളിൽ മുഴങ്ങി. നമുക്കൊരു യാത്ര കൂടി പോകാനുണ്ട് രമേശ. അന്ന് നീ എന്നെ തള്ളിയിട്ട ആ തീച്ചൂളയിലേക്ക്. ആ കരിഞ്ഞ മുഖം എൻ്റെ മുഖത്തിനടുത്തേക്ക് വന്നു. ആ ഇരുട്ടിൽ എൻ്റെ നിലവിളി പുറത്തേടി മുഴക്കത്തിൽ അലിഞ്ഞില്ലാതായി.